ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ, നാളെ ഉപ്പിട്ട് വെള്ളിയല്ലേ, അപ്പോൾ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കുന്ന ഒരു ദിവസമാണെന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങളിതുപോലെ ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് കത്തിച്ച് ചുറ്റിനും വെളുത്ത പൂക്കൾ കൊണ്ട് ആരാധിക്കണം. മനസ്സിലായി. അതുപോലെ തന്നെ ഗണപതി ഭഗവാനെയും ഋണമോചന ആണല്ലോ, അപ്പോൾ നിങ്ങളെ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഗണപതി ഭഗവാൻ. അതുപോലെ തന്നെ ധനം ധാരാളമായിട്ട് തരുന്നതാണ് ലക്ഷ്മി ദേവി. ഐശ്വര്യവും ഭാഗ്യവും കൊണ്ട് തരുന്നതാണ് ലക്ഷ്മി ദേവി. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് ആരാധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ലക്ഷ്മി ദേവി തരുന്നത് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഫുൾ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു തുടക്കത്തിലേക്ക് പോകുന്നു, ഒരു നല്ല ദിവസത്തിന്റെ തുടക്കത്തിലേക്ക്. അതായത് നിങ്ങളിപ്പോൾ പലരും പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കർക്കിടക മാസമല്ലേ, ഒരുപാട് പേർക്ക് സ്പിരിച്വലായി അവേക്കണിങ് ഉണ്ടാവുന്നു, സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവുന്നു, ആത്മീയപരമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു, രാമായണം വായിക്കുന്നു, ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നു. അതുകൊണ്ടൊക്കെയും നിങ്ങൾക്ക് സ്വയം അനുഭവപ്പെടുന്നു നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നു. അവിടെ നിന്ന് നിങ്ങൾ ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തായിട്ട് 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സ്ട്രെങ്ത് ആണ്. ഇതുവരെയും നിങ്ങൾ വിചാരിച്ച നിങ്ങൾക്ക് യാതൊരു കഴിവുകളും ഇല്ല എന്ന്, നിങ്ങൾക്ക് ആരോഗ്യമില്ല, ഒരു കഴിവും ഇല്ല എന്നൊക്കെ വിചാരിച്ച് മടി പിടിച്ചിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടില്ലേ, പഴയതിനേക്കാളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സ്ട്രെങ്ത് വർദ്ധിച്ചു വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ താങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളെ കൂടിയും എടുത്തു പൊക്കുന്ന എനർജി കണ്ടല്ലേ ഇവിടെ. അതായത് ലഭിക്കാത്ത പല പ്രതീക്ഷകളും, ലഭിക്കാത്ത പല പാരിതോഷികങ്ങളും, അവാർഡുകൾ, റിവാർഡുകൾ ഒക്കെ നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലാവാം, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇതെന്നാണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് വാൻസിന്റെ എനർജി, വാൻസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. നിങ്ങൾ ഏർപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിജയം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സക്സസ് മാത്രവുമല്ല, നിങ്ങൾക്ക് മെന്റലി ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു പല കാര്യങ്ങൾക്കും. അതുപോലെ മെന്റലി നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ കഴിയുന്ന കൂടുതലായിട്ടും എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്നുള്ള ഉൾവിളി ഉണ്ടാവുന്നു നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആത്മീയപരമായ ഉണർവിലേക്ക് വന്നിരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിജയം വരുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ഇവിടെ പ്രകീർത്തിക്കുന്നു, പുകഴ്ത്തുന്നു, പ്രശംസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആളാകാൻ സാധിക്കുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ വളരെ നന്മയുള്ള ഒരു വ്യക്തിയായി മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതുപോലെ അത്തരം ഒരു പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം.
അടുത്തതായിട്ട് 7 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇത് ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമായതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ചീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങളെ ആരെങ്കിലും നോട്ടമിട്ടിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന്. കാരണം നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വലി അവേക്കണിങ് വന്നിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കും എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ അവർ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളിലേക്ക് സഹായ അഭ്യർത്ഥനയുമായിട്ട് വരുന്നുണ്ടാവാം. യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അത്തരത്തിലുള്ള കുടുക്കിൽ പെടാതിരിക്കുകയാണ് നല്ലത്. അത്തരത്തിലുള്ള തോൽവികളിൽ ചെന്ന് ചാടാതിരിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വഞ്ചനയിൽ, ചതിയിൽ പെടാതിരിക്കണം. അങ്ങനെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് മജീഷ്യന്റെ എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങൾക്കില്ലാത്ത കഴിവുകളൊന്നുമില്ല, പക്ഷെ നിങ്ങളത് പ്രയോഗിക്കുന്നില്ല. നിങ്ങളിൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിനായാലും ആകാശത്തിന് നിങ്ങൾക്ക് തലയ്ക്ക് മുകളിലുള്ളതും നിങ്ങളുടെ കാലിന് താഴെയുള്ളതും എന്താണോ നിങ്ങൾക്കിവിടെ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ കൊണ്ട് നേടാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു. കാരണം ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ക്രിയേറ്റീവ് എനർജി കൂടുതലായിട്ട് നിങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ തന്നെ നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള എനർജി ഇപ്പോൾ ഉണ്ട്. ആ ഒരു എനർജിയെ നിങ്ങൾ ഇവിടെ ബിൽഡപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ബിൽഡപ്പ് ചെയ്തിട്ട് എന്താണ് എനിക്ക് സാധിക്കേണ്ടത് എന്ന് ഒരു വിശകലനം ചെയ്യുക. അങ്ങനെ വിശകലനം ചെയ്തിട്ട് അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി വരിക. അവിടെയാണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള എന്ത് കാര്യമാണോ, നിങ്ങൾക്ക് ജോലി കാര്യമായാലും, നിങ്ങൾക്ക് ആവേശത്തോടുകൂടി പോകുന്ന ഏതൊരു കാര്യം, അത് നിങ്ങളുടെ ജോലി കാര്യമാകാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം, അവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. ഇവിടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലെ ക്രിയേറ്റീവ് എനർജി ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ ദൈവത്തെയൊക്കെ നല്ലതായിട്ട് ലക്ഷ്മി ദേവിയെ ഭജിക്കുക, അതുപോലെ ഗണപതി ഭഗവാനെയൊക്കെ നന്നായിട്ട് ഭജിക്കുക, രാമായണം വായിക്കുക, പുരാണ പാരായണം നടത്തുക. വായിക്കുക മാത്രമല്ല അത് പഠിക്കുക കൂടി ചെയ്യുക. അതിൻ്റെ ഓരോ വരിയുടെയും അർത്ഥം നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മജീഷ്യനാവാൻ സാധിക്കും. നേടാൻ പറ്റാത്തതായ പല കാര്യങ്ങളെയും നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു പരാജയവുമില്ലാതെ നിങ്ങൾക്കതിൽ വിജയിച്ചു നിൽക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് ജേതാവാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിരുന്നതൊക്കെ അനുസരിച്ചു, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടു നിഷ്കളങ്കരാണ് നിങ്ങൾ. മറ്റുള്ളവർ പറയുന്നതൊക്കെയും അനുസരിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു, മറ്റുള്ളവരുടെ വിഴുപ്പ് ചുമന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു. നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അടിമപ്പണി വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങൾക്ക് തിരിച്ചറിവ് വരാൻ തുടങ്ങുന്നു. ഇവിടെ നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ബന്ധിച്ചിരുന്ന ചങ്ങല പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് വരാനുള്ള കഴിവ് നിങ്ങൾ സ്വയം ആർജിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളിലെ വിൽ പവർ, നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത്, ഇതൊക്കെയും കാരണം ദൈവാനുഗ്രഹം, ദൈവാധീനം, ഇതൊക്കെ നിങ്ങളിലേക്ക് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ബന്ധനത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സാധിക്കാതിരിക്കില്ല. നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതിയാകും. അല്ല എങ്കിൽ നിങ്ങൾക്കതിന് സാധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയാണ്.
ആരാണോ അതിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ അതിനായിട്ട് കൂടുതലായിട്ട് വിചാരിച്ചിരിക്കുന്നത്, അതിനായിട്ട് പ്രയത്നിച്ചിരിക്കുന്നത്, എഫേർട്ട് എടുക്കണം. വെറുതെ നമുക്കൊന്നും ലഭിക്കില്ല. നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കണം. കുറെ കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലൊരു വിലയും നിലയും വരുന്ന ഒരു വ്യക്തിയാവാൻ ഇവിടെ കഴിയുന്നു. നിങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. നിങ്ങളിലേക്ക് ഒരുപാട് പേർ അട്രാക്ട് ചെയ്തു വരുന്നുണ്ട്. നിങ്ങളെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ പിന്നീട് പിന്തിരിഞ്ഞു പോവില്ല. വീണ്ടും വീണ്ടും നിങ്ങളോട് തന്നെ അഡ്വൈസ് തിരക്കിക്കൊണ്ടേയിരിക്കും. കാര്യങ്ങളൊക്കെ നിങ്ങളോട് തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കിരീടം വെച്ചിരിക്കാനുള്ള ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഒരു ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല പ്രോഗ്രസ് വരുന്നുണ്ട് ഇവിടെ. നല്ല പ്രോഗ്രസ് വരിക മാത്രമല്ല, നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ സാധ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കാനും ഇവിടെ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾക്ക് ഇതുവരെ വിചാരിച്ചിരിക്കാത്ത പല കാര്യങ്ങളിലും ആവേശമാണ് ഇവിടെ. ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതുവരെ നിങ്ങൾ വിചാരിച്ചിരുന്നു, രാമായണ മാസം എന്താ, ഇതുവരെ നിങ്ങൾക്കത് രാമായണം വായിക്കണമെന്നുള്ള ഒരു താല്പര്യം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകണമെന്നുള്ള ആഗ്രഹം തോന്നിയിരുന്നില്ല, അല്ലെങ്കിൽ ആത്മീയപരമായ ഒരു ഉണർവിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരിക്കും, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വരണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരിക്കും. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, എത്രയും പെട്ടെന്ന് എനിക്കത് സാധ്യമാക്കണം എന്ന് മനസ്സിന്റെ ആ ഒരു ആഗ്രഹമാണ്. അത് നിമിത്തം നിങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ആവേശപൂർവ്വം മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത്രമാത്രം എനർജറ്റിക് ആയിട്ട്, വളരെയധികം എനർജറ്റിക് ആയിട്ടാണ് ഇവിടെ മുന്നോട്ട് നിങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും. എല്ലാ ദിവസവും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. എന്തായി ഞാൻ ഉദ്ദേശിച്ച കാര്യം, അതെനിക്ക് തിരക്കണമല്ലോ, അത് അന്വേഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അതിനെപ്പറ്റി അന്വേഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് തന്നെ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് വരും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഒരുപാട് മാനസികമായ സംഘർഷം നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് നിങ്ങൾക്ക് വിജയിയാവാൻ സാധിക്കുന്നു. നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്നവരുടെ മുൻപിൽ നിങ്ങൾക്ക് വിജയിയായി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ തോൽപ്പിച്ച് നിങ്ങൾക്ക് വിജയിയാവാൻ സാധിക്കുന്നു. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുൻപിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ, ആർഗ്യുമെന്റ്സ് നടത്തുന്നതിലും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു, നിങ്ങൾക്ക് മുൻപന്തിയിലെത്താൻ കഴിയുന്നു. ചില എക്സാമിനേഷനൊക്കെ എഴുതിയിട്ടാവാം, അതുപോലെ തന്നെ ഇന്റർവ്യൂസിലൊക്കെ പങ്കെടുത്തിട്ടാവാം, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണത്. നിങ്ങൾക്ക് ജേതാവാകാൻ കഴിയുന്നു, നിങ്ങൾക്ക് ഒന്നാമനാവാൻ സാധിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ മുൻപിൽ മുട്ടുകുത്തുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെർമിറ്റാണ്, ഡെത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഇവിടെ ഒരു പുനർജന്മം വരികയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം, മരണം സംഭവിച്ചിട്ടുണ്ടാവാം, ഡിവോഴ്സ് കേസുകൾ നടന്നിട്ടുണ്ടാവാം, ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവിടെ നിന്നും ഒക്കെ ഒരു റീബർത്താണ്. നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ് പല കാര്യങ്ങളിലും എങ്കിൽ
അവിടെ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, കാരണം തീർച്ചയായിട്ടും ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിൽ പലരും അത് സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷെ പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം, ഈ ഒരു വെള്ളിയാഴ്ച എന്ന് പറയുന്നത്, നിങ്ങൾ ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ഐശ്വര്യം വരും. നിങ്ങൾക്ക് നല്ല മനസമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. കടബാധ്യതകളൊക്കെയും തീർന്നിട്ട് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ഡെത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ മാറ്റമാണ് വരാൻ പോകുന്നത്. വീണ്ടും ഒരു ജനനം നിങ്ങൾക്ക് വരുന്നു. വീണ്ടും ഒരു ജനനം എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു. അത് പഴയതിനെ അപേക്ഷിച്ച് ഒരു പുതിയ ജനനം തന്നെയാണ്. കാരണം ഇരുളിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നത് തന്നെയല്ലേ ഒരു പുനർജന്മം എന്ന് പറയുന്നത്. ആ ഒരു പുനർജന്മത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്ത് സൗഭാഗ്യമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. സിംപ്ലിസിറ്റിയാണ്, കണ്ടില്ലേ? ഫോക്കസ്. ഒരു കാർഡ് കൂടി എടുക്കാവേ. ഫ്ലോ. ഇവിടെ ഇല്യൂമിനേഷൻ ആണ്, പ്രകാശം നിങ്ങളിലേക്ക്, ജീവിതത്തിന്റെ വിജയത്തിനുള്ള പ്രകാശം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതം നല്ല പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഡെത്ത് എന്ന് പറയുന്ന ഇരുളിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ്. അപ്പോൾ ആ വെളിച്ചം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിലെ സക്സസിനായിട്ടുള്ള വെളിച്ചമാണത്. അവിടെ വളരെ സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഈ ഒരു ഫ്ലോ അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവിടെ ഫ്ലോ തരുന്നത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങൾക്ക് ഫ്ലോ തരികയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളത്. അതുപോലെ തന്നെ സിംപ്ലിസിറ്റി, നിങ്ങൾക്ക് മറ്റുള്ളവരോട് പഴയതിലും എളിമ തോന്നുന്ന, വിനയം തോന്നുന്ന ഒരു അവസരം വരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിശുദ്ധി നിറയുന്ന ഒരു സമയമാണ്. ആത്മവിശുദ്ധി വരും, ആത്മാവിന് വിശുദ്ധി വരുന്ന സമയമാണ്. നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തത്വജ്ഞാനം ഉദിക്കുന്നത്. ആ ഒരു തത്വജ്ഞാനത്തിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് വരും. എല്ലാവരോടും എളിമയോടുകൂടി പെരുമാറാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരും. അതാണ് ഇവിടെ കാണുന്നത്. ഇതുവരെ നിങ്ങൾക്ക് അല്പം പ്രൗഡ് ആയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കാം, അല്പമൊക്കെ ഗമയൊക്കെ എടുത്തിരുന്നിരിക്കാം. ഗമയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഈഗോ തോന്നിയിരിക്കാം മറ്റുള്ളവരോട്. പക്ഷെ ഈ ഒരു സമയത്ത് 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെയും നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു മാറ്റം സംഭവിച്ചിരിക്കാം. അതാണ് ഇവിടെ ആദ്യമേ തന്നെ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ പുതിയ തുടക്കത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. എങ്ങനെയുള്ള പുതിയ തുടക്കമാണ്? ആത്മീയപരമായ ഉണർവിലേക്കുള്ള വരവാണ്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളിലേക്ക് എളിമ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പഴയ അഹംഭാവമൊക്കെ മാറിയിട്ട്, ഈഗോ മാറിയിട്ട് കുറച്ച് സിമ്പിളായിട്ട് മറ്റുള്ളവരോട് പെരുമാറാൻ, എളിമയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനുള്ള ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നോ, ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് സത്യമായി കിട്ടും. അത്രമാത്രം നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്ന സമയമാണ് ഇതെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് കണ്ണു നട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില വീട് വെക്കാനോ അല്ലെങ്കിൽ മനസമാധാനത്തിന് വേണ്ടി, അതുമല്ല എങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ വിടുതൽ ചെയ്യാൻ വേണ്ടി, അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടി പുതിയതായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും, എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഇണങ്ങി ചേരാൻ വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവാം. അതിലൊക്കെയും നിങ്ങൾക്ക് എന്താണ്? ഒരു പ്രോഗ്രസ് വരുന്ന സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് തന്നെ വന്നു ചേരും എന്നാണ്. ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഞാനിവിടെ ലക്ഷ്മി ദേവിയുടെ മന്ത്രമൊക്കെ നോക്കട്ടെ. ഞാൻ ഇവിടെ ലക്ഷ്മി ദേവിക്ക് ഉണ്ട് ഡിവൈൻ അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ വരുമെന്ന് നിങ്ങൾ അതിനെ ചേസ് ചെയ്യേണ്ട, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈഗോ കളയുക എന്നാണ് ലക്ഷ്മി ദേവിയുടെ പറയുന്നത്. കണ്ടില്ലേ? ഡിവൈൻ അബണ്ടൻസിന്റെ കാർഡാണിത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വിധത്തിലുള്ള ഈഗോയും കളയൂ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഈഗോ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരും. അബണ്ടൻസിനെ നിങ്ങൾ ഒരിക്കലും ചേസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ധനസമൃദ്ധി നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ട് ധനം തരൂ എന്ന് നിങ്ങൾക്ക് ആരോടും പറയേണ്ട കാര്യമില്ല. ലക്ഷ്മി വിളക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ദേവിക്ക് അറിയാം നിങ്ങൾക്കിത് തരണമെന്നുള്ളത്. നിങ്ങൾക്കിത് എപ്പോൾ തരണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം. നിങ്ങൾക്കിത് എപ്പോൾ കിട്ടും, അപ്പോൾ കിട്ടുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുക. അല്ലാതെ നിങ്ങൾ എനിക്കിത് താന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചേസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനൊരു സമയമായി കാണും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് ഈ ഒരു അബണ്ടൻസ് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജപിക്കാനുള്ള മന്ത്രമുണ്ട്. ഇവിടെ ഗണേശന് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗണപതി ഭഗവാനെ കൂടെ ഇവിടെ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. റിമൂവർ ഓഫ് ഒബ്സ്റ്റക്കിൾസിനെ മാറ്റുന്ന ഭഗവാനാണ്, തടസ്സങ്ങളെ മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഗോഡസ് എന്ന് പറഞ്ഞ കുറേ കാർഡ്സ് ഞാനൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. ഒരാവശ്യമില്ലാത്തത് കൊണ്ട് പിന്നെ അത് ഉപയോഗിക്കാതിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഗണപതി ഭഗവാനെ നിങ്ങൾ ഭജിക്കുക അത്യാവശ്യ കാര്യമാണ്. എന്നിട്ട് എന്താണ്, ഗണപതി ഭഗവാന്റെ മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഗജാനനം ഭൂതഗണാതി സേവിതം കവിധ്വജം ഭൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം. അങ്ങനെ ജപിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഓം ഗം ഗണപതയേ നമഃ. ഇനി ഈ മന്ത്രം അറിഞ്ഞുകൂടാ എങ്കിൽ, ഈ മന്ത്രം അറിയാവുന്നവർ ഇത് 11 തവണ വീതമെങ്കിലും ജപിക്കുന്നത് നന്നായിരിക്കും ഓരോ ദിവസവും. അതുപോലെ തന്നെ ഇവിടെ ഈ മന്ത്രം അറിഞ്ഞുകൂടാ എങ്കിൽ ഓം ഗം ഗണപതയേ നമഃ എന്നെങ്കിലും നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുമല്ലോ. അങ്ങനെയെങ്കിലും ജപിക്കണം. അത് നിമിത്തം നിങ്ങൾക്ക് റിമൂവിങ് ഒബ്സ്റ്റക്കിൾസ്, പീസ് ആൻഡ് പ്രോസ്പെറിറ്റി, സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളിലേക്കുള്ള തടസ്സങ്ങളെ ഒക്കെ മാറിക്കിട്ടും. അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവികമായ ചിന്തയോടുകൂടി തന്നെ നിങ്ങൾ ജപിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കൽ ആൻഡ് മെന്റൽ പവേഴ്സ് ഒക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയാണ് ഗോഡസ് ഓഫ് ഫോർച്യൂൺ ആണ്. കണ്ടില്ലേ, ഭാഗ്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് ധനസമൃദ്ധിയെ തരുന്നത്, ഭാഗ്യത്തെ തരുന്ന ദേവിയാണ് ഇവിടെ ലക്ഷ്മി ദേവി എന്ന് കാണുന്നുണ്ട്. ഇവിടെ ലക്ഷ്മി ദേവിയുടെ മന്ത്രം എന്താണ്? ലക്ഷ്മി അഷ്ടകം ജപിക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ നെയ്വിളക്കൊക്കെ കത്തിച്ചു വെച്ച്, ലക്ഷ്മി വിളക്കൊക്കെ കത്തിച്ച്, നെയ്വിളക്ക് കത്തിച്ചു വെച്ച് വെളുത്ത പൂക്കൾ കൊണ്ട് ആരാധിച്ചിട്ട് നിങ്ങൾ ജപിക്കേണ്ടത് എന്താണ്? ലക്ഷ്മി അഷ്ടകം ജപിക്കണം. ലക്ഷ്മി അഷ്ടകം എന്ന് പറയുന്നത് എന്താണ്? 8 ശ്ലോകങ്ങൾ കൂടി ചേർന്ന ജപമാണത്. മനസ്സിലായി? അത് ജപിക്കണം. നമസ്തേസ്തു മഹാമയേൻ തുടങ്ങുന്നത്, അത് ശ്വേതാംബരധരേ എന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അതിലുള്ള ഒരു ശ്ലോകം തന്നെയാണ് ഇത്. സിദ്ധി ബുദ്ധിപ്രദേ ദേവി ഭുക്തിമുക്തിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. അപ്പോൾ മഹാലക്ഷ്മി ദേവി നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ ഇംപ്രൂവ് ആക്കി തരും. നിങ്ങളുടെ വെൽത്ത്, ലക്ഷറി ലൈഫ് ഒക്കെയും ഇൻക്രീസ് ചെയ്തു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജോലി സാധ്യത അതൊക്കെ വർദ്ധിപ്പിച്ചു തരും. ജോലി സാധ്യതയിലുള്ള സൗകര്യങ്ങൾ, പ്രൊമോഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗണേശനെയും ഗണപതി ഭഗവാനെയും വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് ചെറിയൊരു റീഡിങ് ആയിരുന്നു. 38 വെള്ളി നമുക്കൊരു റീഡിങ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ കർക്കിടക മാസത്തിലെ 38 വെള്ളിക്ക് നല്ല പ്രാധാന്യമുള്ളതാണ്. അവിടെ എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ പിതൃക്കളോട് നിങ്ങൾ അനുഗ്രഹം വാങ്ങിക്കണം. നിങ്ങൾ വിചാരിക്കും അവർക്ക് മോക്ഷം കിട്ടി അവർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അവരുടെ തിരുത്തിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ വെറുതെ ആണത്. നമ്മൾ അതിന് എല്ലാ ദിവസവും കർക്കിടകത്തിലെ 30 ദിവസവും നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. എന്താണ്? പിതൃക്കളുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ആദ്യം ശ്രമിക്കണം. എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ, അമ്മമ്മ, അവരുടെ എല്ലാം പേരുകൾ വിളിച്ചിട്ട് നിങ്ങൾ പറയണം എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ എന്ന്. മനസ്സിലായോ? എന്നിട്ട് തിരിച്ച് ഭഗവാനെ വിളിക്കണം. വിഷ്ണു ഭഗവാനെ വിളിക്കണം, നാരായണസ്വാമി, അത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ പറയണം എൻ്റെ ഈ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കണമേ എന്ന്. മനസ്സിലായി? അത് നല്ല ഹൃദയത്തിൽ നിന്നും വരണം ആ ഒരു പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ 30 ദിവസവും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഐശ്വര്യം വന്നു ചേരും. നിങ്ങളുടെ മനസ്സിന് നല്ലതുപോലെ സമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കും.
മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. അതൊക്കെ ഒരു സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സിംപ്ലിസിറ്റി, എളിമയെ വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.